ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ്. അപ്പോൾ ഇത് ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ തക്കാളി ഉപയോഗിക്കുന്നേ ഇല്ല. പിന്നെ ഇതിന് സൈഡായിട്ട് ഒരു ഈസി പൊറോട്ടയും മണിക്കൂറുകളോളം കുഴച്ച് വെക്കാതെയും അതുപോലെ തന്നെ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പൊറോട്ടയുമാണ് ഇന്നത്തെ എൻ്റെ ഡിഷ്. എന്നാൽ നമുക്ക് ഫസ്റ്റ് പൊറോട്ട ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. പിന്നെ ഞാൻ അതുണ്ടാക്കി ചുട്ടെടുത്ത് കാണിച്ചതിന് ശേഷം നമ്മുടെ കറി ഉണ്ടാക്കുന്നതും കാണിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇനി മാവ് കുഴക്കാം. മാവ് കുഴക്കാനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് വേണ്ടത്. 2 കപ്പ് മൈദപ്പൊടിക്ക് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ്, ഒരു കപ്പ് ഫുള്ളായിട്ട് വേണ്ട, 1/4 കപ്പ് പത്തിരിപ്പൊടിയാണ്. 1 കപ്പ് തന്നെ എടുക്കാവുന്നതാണ്, പക്ഷേ പല ടൈപ്പ് പത്തിരിപ്പൊടിയാണ് ഉള്ളത്. അപ്പോൾ പല ടൈപ്പ് ആകുമ്പോൾ പൊറോട്ട ശരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1/4 കപ്പ് മാത്രം ആക്കിയത്. അപ്പോൾ ഞാനിവിടെ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര, ആ സ്പൂണിൽ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. പാലിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ പാലിൻ്റെ ഓരോ ടൈപ്പ് പൊടിയല്ലേ ഉണ്ടാവാൻ കഴിയില്ല. ഞാൻ കറക്റ്റ് പാലിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റം ഉണ്ടാവും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് പാലൊഴിച്ച് നോക്കി ആവശ്യത്തിന് പാലൊഴിച്ച് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്നതിലാണ് നമ്മുടെ പൊറോട്ട നന്നാവുന്നത്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നമ്മൾ കുഴച്ചെടുത്തിട്ട് കുഴച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. വലിപ്പം ഈ ഒരു ബോൾ വലിപ്പം തന്നെ മതി, ഇതിൽ കൂടെയൊന്നും വേണ്ട. ഇതാണ് കറക്റ്റ് പൊറോട്ടയുടെ സൈസ്. അപ്പോൾ ഞാൻ എല്ലാ ബോളും ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇനി ഈ ഓരോ ബോളും ഞാൻ ഷേപ്പാക്കി എടുക്കുകയാണ്. കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് ഷേപ്പാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ മാവ് പരത്തിക്കഴിഞ്ഞ് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഞാൻ ഗീയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിക്കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഗീ മേലെ തടവണം. അതുപോലെ അതിൻ്റെ മേലേക്ക് കുറച്ച് മൈദപ്പൊടി എടുത്ത് അതിൻ്റെ മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇത് രണ്ടും ചെയ്തതിന് ശേഷം വേണ്ടത് ഒരു കത്തി എടുക്കുക, അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ എടുക്കുക, ഏതായാലും മതി. എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ച പൊറോട്ടയുടെ മേലെ നേരെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടുത്തടുത്ത് കൊണ്ടുവന്ന് കൂട്ടി വെച്ച് റോൾ ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയ ആ ബൗൾ ഫുള്ളും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതാ ഒന്ന് പരത്തിയെടുത്തു, ചുട്ടെടുക്കുകയാണ്. ചുട്ടതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമ്മളത് 2 കൈ കൊണ്ടും അടിച്ചെടുത്ത് വെക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട് പൊറോട്ട. ഞാൻ ചുട്ടെടുത്ത പൊറോട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ. അപ്പോൾ ഞാനിത് മുഴുവനായും ചുട്ടെടുത്ത് നമ്മുടെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ വേണ്ടത് വലുതായി കട്ട് ചെയ്ത 3 ഉള്ളിയാണ്, 6 വറ്റൽ മുളക്, ചെറിയ പീസ് ഇഞ്ചി, ഒരു
5 എടുത്തിട്ടുണ്ട്. അതുപോലെ 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ കുക്കർ എടുക്കുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം എടുക്കാം. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കർ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇതിനാവശ്യമായ ഉപ്പും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫൈനായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഉള്ളിയും മുളകൊക്കെ വെന്തിട്ടിട്ടുണ്ട്. 2 വിസിൽ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 വിസിലേ വേണ്ടൂ. നമുക്ക് ഉള്ളിയും ഇതും മാത്രമല്ലേ വേണ്ടൂ. ഇനി ആ കുക്കർ തന്നെ ഞാൻ എടുത്ത് ഈ അരച്ച മിക്സ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓയിലൊന്നും ഫസ്റ്റ് ഒഴിച്ചിട്ടില്ല. കുക്കർ ചൂടായപ്പോൾ ഈ അരച്ച മിക്സ് അതിലേക്ക് ഒഴിച്ചു. കാണുന്നില്ലേ, ഒന്നും അരയാണ്ടിരുന്നിട്ടൊന്നുമില്ല, എല്ലാം നല്ല പോലെ തന്നെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഓയിൽ ഒഴിക്കുന്നത്. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തിളച്ചതിന് ശേഷം നോക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചിട്ടില്ലല്ലോ, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. നമ്മൾക്കിവിടെ അത്രമാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കൂടുതൽ വേണമെങ്കിൽ അതിനായി കൂട്ടിയെടുക്കാവുന്നതാണ്. ചിക്കൻ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തേ. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പൊടി ആഡ് ചെയ്യാണ്. 1 സ്പൂൺ നിറയെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പിന്നെ കുരുമുളക് പൊടി കൂട്ടാം. ഞാനിവിടെ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എരിവ് കുറച്ചാണ് എടുത്തത്, കുരുമുളക് പൊടി, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ടു. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി ഇത് നമ്മൾ ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ചിക്കൻ നമുക്ക് വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും ചിക്കൻ വേവാൻ ആവശ്യമുണ്ട്. നല്ലപോലെ തന്നെ വെന്ത് കിട്ടേണ്ടതാണ്. അപ്പോൾ 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതേപോലെ തന്നെ അടച്ച് വെച്ച് നിൽക്കാൻ പാടില്ല. കറി അടിക്ക് പിടിക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. കുറേ ടൈം 15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് നിൽക്കുന്നതല്ലേ, അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് ഇളക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എൻ്റെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് അതിന് ശേഷം ഒരു ലെമൺ ജ്യൂസ് മുഴുവനായും ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ കറി ഒന്ന് ഇതെല്ലാം ഇട്ട് ടോട്ടലി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇത് വറ്റി കിട്ടിയാൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ മസാല വഴറ്റാനോ അങ്ങനെ ഒന്നിനും നമ്മൾ ഓയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിത് കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ 2 റെസിപ്പിയും ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നമ്മൾക്ക് പിന്നെ കട്ടിങ്ങിനായാലും അതുപോലെ വഴറ്റുന്നതിനായാലും ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഒരു കറിയാണ്. പിന്നെ അവസാനമായിട്ട് ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നിളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി വേറൊരു വീഡിയോവുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.